ആക്സെപ്റ്റ് ചെയ്യുന്ന സ്കോളേഴ്സിൻ്റെ പേര് പറയാം. ഇവർ എല്ലാവരും അവരവരുടെ ഫീൽഡിലെ പണ്ഡിതന്മാരാണ്. ഡോക്ടർ ഹെൻറി മോറിസ്, ഡോക്ടർ ഡ്യുവൻ ഗിഷ്, ഡോക്ടർ ചാൾസ് കോൺവേ ഐവി, ഇങ്ങനെയുള്ള ഒരു 100 പേര് വേണമെങ്കിൽ നിങ്ങളോട് പറയാം. ക്രിയേഷൻ റിസർച്ച് സൊസൈറ്റി എന്നും പറഞ്ഞൊരു സൊസൈറ്റി ഉണ്ട്. 3000 സയൻറ്റിസ്റ്റ് ആണ് അതിൻ്റെ മെമ്പേഴ്സ്. അതിലേതെങ്കിലും ഒരു സയൻറ്റിസ്റ്റ് എഴുതിയതിൽ നിന്ന് പ്ലീസ് ഷോ ഇറ്റ് ടു അസ്. സയൻസ് ആൻഡ് പെർസ്പെക്റ്റീവ് എന്നും പറഞ്ഞ ഒരു സൊസൈറ്റി ഉണ്ട്. 3000-ൽ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ട്. അതിൻ്റെ മെമ്പേഴ്സ് കാണിക്കുന്നത് ഏതായാലും ഒരു കാര്യത്തിന് എനിക്ക് വളരെ നന്ദിയുണ്ട്. മിസ്റ്റർ സൽമാൻ റഷ്ദി മുസ്ലിം അല്ലെന്നുള്ളത് സമ്മതിച്ചില്ലേ. അപ്പം സൽമാൻ റഷ്ദിയെ മുസ്ലിമായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വിഷമമാണെങ്കിൽ മിസ്റ്റർ കോട്ടയ്ക്കലെ, മിസ്റ്റർ റേമണ്ട് ബ്രൗണ്, മിസ്റ്റർ ക്ലൈറ്റൻ ഇവരെ ക്രിസ്ത്യാനികളെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്കും വിഷമമുണ്ട്. അതുകൊണ്ട് ഗിവ് ആൻഡ് ടേക്കിൻ്റെ സ്പിരിറ്റ് യൂസ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ ഇഫ് യു ആർ ഓണസ്റ്റ് യു വിൽ നോട്ട് കോട്ട് ഫ്രം ദോസ് ബുക്സ്, കോട്ട് ഫ്രം ദ ബുക്സ് ഓഫ് സ്കോളേഴ്സ്. കൊഡെക്സ് സൈനൈറ്റിക്കസിനെ കുറിച്ചും കുമ്രാൻ സ്ക്രോൾസിനെ കുറിച്ചും ഒക്കെ ചില കാര്യങ്ങൾ പറഞ്ഞു. കൊഡെക്സ് സൈനൈറ്റിക്കസ്, കുമ്രാൻ സ്ക്രോൾസ് ഒക്കെ ഞങ്ങൾ കണ്ടിട്ടില്ലെന്നായിരിക്കും ചിന്തിക്കുന്നത്. അതിൻ്റെ കോപ്പീസ്, ഫോട്ടോ കോപ്പീസ്, ഫാസിമൈൽ, അതുപോലെ തന്നെ കംപ്ലീറ്റ് ടെക്സ്റ്റ് അതെല്ലാം ഞങ്ങളുടെ ലൈബ്രറിയിലുണ്ട്. ഞങ്ങൾ റുട്ടീനിൽ കൈകാര്യം ചെയ്യാറുണ്ട്. ഈ പറഞ്ഞതുപോലുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളും അതിലില്ല. ബൈബിളിൻ്റെ 1600 മുൻപുള്ള കോപ്പീസ് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞെന്നാണ് ഞാൻ ഇവിടെ ഇരുന്ന് ഗ്രാസ്പ് ചെയ്തത്. ഇഫ് ഐ എം റോങ് പ്ലീസ് കറക്റ്റ് മീ. ബൈബിളിൻ്റെ AD 50 എഴുതപ്പെട്ട കൈയെഴുത്ത് പ്രതികളുടെ ഫ്രാഗ്മെൻറ്റ്സ് തൊട്ട് പുതിയ നിയമത്തിൻ്റെതും, കാരണം പുതിയ നിയമം ആ കാലയളവിലാണ് എഴുതപ്പെട്ടത്, BC 500 എഴുതപ്പെട്ട പഴയ നിയമത്തിൻ്റെ കോപ്പീസും ഇന്ന് ലഭ്യമാണ്. ഫോട്ടോ കോപ്പീസും ഫോട്ടോഗ്രാഫ്സും ആവശ്യപ്പെടുന്നവരെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ റെഡിയാണ്. അതുപോലെ തന്നെ പറഞ്ഞ മറ്റ് ചില കാര്യങ്ങളുണ്ട്. ഈ പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വായിച്ചപ്പോൾ അത് വളരെ ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് എ വെരി ഗുഡ് ക്ലാസിക് കേസ് ഓഫ് ഡിസെപ്ഷൻ. ഫറവോ റാംസേസ് ഇന്ന വ്യക്തിയുടെ കാലം കഴിഞ്ഞാണ് വന്നത്, അതുകൊണ്ട് അന്ന് റാംസേസ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഇല്ലായിരുന്നെന്ന് ആ പുസ്തകത്തിലെ ഓബ്ജെക്ഷൻസിൽ പറഞ്ഞിട്ടുണ്ട്. അതേ ലോജിക്ക് ഉപയോഗിച്ചാൽ എനിക്കും പറയാവുന്നൊരു കാര്യമുണ്ട്. അക്ബർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ആഗ്രയിൽ ഭരിച്ചു അല്ലെ ഡൽഹിയിൽ ഭരിച്ചു എന്നൊരാൾ പറയുമ്പോൾ, അതും 400 വർഷങ്ങൾക്കല്ലെ 300 വർഷങ്ങൾക്ക് മുൻപായിരുന്നെന്ന് പറയുമ്പോൾ എനിക്ക് വേണമെങ്കിൽ പറയാം അക്ബർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി 21-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 400 വർഷങ്ങൾക്കല്ലേ അതിന് 300 വർഷങ്ങൾക്കുണ്ടായിരുന്നെന്ന് പറയുന്നത് അത് അസത്യമാണ്. റാംസേസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ലായിരുന്നു. ആ പുസ്തകത്തിൽ ഒരു ക്യാച്ച് ഉണ്ട്. റാംസേസ് 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്ന റാംസേസ് 1 എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ബൈബിൾ ഒരിടത്ത് റാംസേസ് 1-നെ കുറിച്ച് പറഞ്ഞു, ഒരിടത്ത് 2-നെ കുറിച്ച് പറയുന്നു. 2-നെ കുറിച്ച് ഇവിടെ പറയുന്നതുകൊണ്ട് 1 അവിടെ ഇല്ലായിരുന്നു എന്നുള്ള അർത്ഥമില്ല. ദിസ് ഈസ് നോട്ട് സ്കോളർഷിപ്പ്, ദിസ് ഈസ് സ്യൂഡോ സ്കോളർഷിപ്പ്. മൈ ഡിയർ ഫ്രണ്ട്സ്, let me speak a few words in English, mainly because once again, as I said, Malayalam is not my mother tongue, and therefore I feel most comfortable in English and also in Hindi. In summary, what I want to say is this: I very much appreciate that all of you came to hear me. The book was given to me, Bible in the Devigada. I struggled and read it, and I find that this book is a very good case of escapism, pseudo scholarship, misquotation. Just as he has misquoted from my book, he has misquoted from Bible, he has misquoted from everywhere. കൃഷ്ണൻകുട്ടിയെ കുറിച്ച് പറഞ്ഞിരുന്നു, വളരെ മോശമായ ഭാഷയിലായിരിക്കും എഴുതിയിരിക്കുന്നതെന്ന്. കൃഷ്ണൻകുട്ടിയെക്കുറിച്ച് ആ രീതിയിൽ ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല. മോശമായിട്ടുള്ള ഭാഷയുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തന്നു കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും. പിന്നെ ബൈ ചാൻസ് മോശമായ ഭാഷയിൽ താൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ആർക്കാണ് ആ മറുപടി എഴുതിയത്, ആ വ്യക്തി ആ മോശമായ ഭാഷ റിസീവ് ചെയ്യാൻ പാത്രമായതുകൊണ്ടായിരിക്കും താൻ എഴുതിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൃഷ്ണൻകുട്ടി എനിക്ക് പേഴ്സണലി അറിയാം. പുള്ളി മറ്റുള്ളവരെ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. ആൻഡ് ദെർഫോർ ഞാനതൊരു ഊഹം പറഞ്ഞെന്നേ ഉള്ളൂ, അത് ശരിയാകണമെന്നില്ല. അങ്ങനെ മോശമായ ഭാഷ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടാൽ കൊള്ളാം. ബൈബിൾ ആൻഡ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട 1000കണക്കിന് ബുക്സ് ഇന്ന് ലഭ്യമാണ്. ഒരു 5000 ബുക്സ് ഞങ്ങളുടെ ലൈബ്രറിയിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കാണിച്ചു തരാം. എൻ്റെ ഫ്രണ്ട്സിനോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. 50, 75, 100, 150 വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ബുക്സിൽ നിന്നുള്ള ഉദ്ധരണികളും ബൈബിളിൻ്റെ ദൈവികതയെ തള്ളിപ്പറഞ്ഞ, ഖുറാൻ്റെ ദൈവികതയെ തള്ളിപ്പറഞ്ഞ സൽമാൻ റഷ്ദി പോലുള്ള ധർമ്മഭ്രഷ്ടരായ ക്രിസ്ത്യാനികളുടെ ബുക്കിൽ നിന്നുള്ള ഉദ്ധരണി എടുത്ത് എഴുതിയ പുസ്തകങ്ങൾ, എഴുതപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്സ്, അത് വിശ്വസിച്ച് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത്. നിങ്ങൾ തന്നെ ഒന്ന് റിസർച്ച് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഒരു പ്രാവശ്യം കൂടെ
ഞാൻ ക്ലോസിങ്ങിൽ ഓർപ്പിക്കട്ടെ. മിസ്റ്റർ അക്ബർ സമ്മതിച്ച ഒരു കാര്യം, 2 കാര്യത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്താനാണ്. 3 ഞാൻ പറഞ്ഞു, ഇനിയും ലാസ്റ്റിൽ ക്ലോസിങ്ങിൽ 2 കാര്യത്തിന് ഒരു പ്രാവശ്യം കൂടെ നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇവിടെ മിസ്റ്റർ അക്ബർ റെസ്പോണ്ട് ചെയ്തത് ലോജിക്കിൻ്റെ ബേസിസിലല്ല, ഇസ്ലാമിക വീക്ഷണത്തിലാണ്. എന്ന് പറഞ്ഞാൽ തൻ്റെ പച്ചക്കണ്ണാടി വെച്ചാണ് വീക്ഷിച്ചതെന്ന്. താങ്ക് യു ഫോർ ദാറ്റ് കൺഫെഷൻ. ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് വി വാണ്ടഡ് ഫ്രം യു. വി വാണ്ടഡ് യു ടു നോ ദാറ്റ് റൈറ്റ് ഫ്രം ബിഗിനിങ് all your debates were based in that kind of a deception. When we talked logically, you did not want logic. When we talked philosophy, you did not want to talk philosophy. That is not a truth seeker. That is a person who wants to win in any way by using any tactic that is possible. This is not honest debate. This is mercenary tactic. There is a second thing which he accepted, and I am thankful to him for that. And what he accepted was that he is not willing to debate on the basis of logic, physical sciences and physical evidence. Thank you. As far as our religious book is concerned, we are willing to discuss it morally, philosophically, physically, logically, in every way that you want. This time we were asked to debate and defend our book physically. We have done that. And anyone who is honest enough would be able to see the light by this much of presentation. Thank you, my brothers. May God open your eyes to the truth.